നമ്മൾ ഈ കാണുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ എല്ലാം നഷ്ടപ്പെട്ടു വന്നിട്ടോരാ. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് വെളിഗിരിയാണ്. അവിടെ നിന്ന് ഫസ്റ്റ് നാളാണ് വരേണ്ടത്. ആദ്യത്തെ വീടാണ്. ഫസ്റ്റത്തെ വീട് നണ്ടതാണ് വന്നിക്കണത് മുണ്ടക്കൈക്ക്. അവിടെ നിന്ന് ഒന്നിച്ച് ലാസ്റ്റ് വീട് നണ്ടത്. ഫസ്റ്റത്തെ വീടാണ് വന്നിക്കണത്. വീട്ടിലാളുണ്ട്. വീട്ടിൽ 3 ആളുണ്ടായി. 8 ആൾ 8 ആൾ ഒന്നും വേണ്ട, 3 ആളുണ്ട്. 3 ആള് എല്ലാവരും കൂട്ടാൻ പറ്റില്ലല്ലോ. ലാസ്റ്റ് നമ്മൾ 3 ആള് എത്തി എല്ലാം കൂടി വന്നിക്കണ്. മുണ്ടക്കായി മൊത്തം ഫസ്റ്റ് ഞാൻ വരേണ്ടതാ. ദൈവം എന്നെ എങ്ങനെയൊക്കെയോ ഇങ്ങനെ ഇതാക്കിക്കണം. കുഴപ്പമൊന്നുമില്ല. സമ്പാദിച്ചത് ഒന്നുമില്ല എൻ്റെ അടുത്ത്. എല്ലാം പോയി, അത്രേ ഉള്ളൂ. ഇത് ആ തുണി ഇവിടെയും തന്നതാണ്. ഈ തുണികൾ അതാണ്. പാടിക്ക് വന്നതാണ്. പാടിക്ക് വന്നു. പാടി വീണ് മുറിഞ്ഞ് വീണ് 2 പാടി മുറിഞ്ഞ് വീണ് 4 ആളിൻ്റെ മേത്ത് കിടക്കുന്നുണ്ടായി. അതിൽ 3 ആൾ വലിച്ച് 1 ആൾ വലിക്കാൻ പറ്റി. പാടിയിൽ വെള്ളം നേരത്തെ നമ്മൾ തടി ഓടി, അത് വിട്ടിട്ട് ഓടിയതാണ്. അതാണ്. ഇതുപോലെ ഉള്ളവരാണ് അവിടെ ലീഗൽ അവരോട് പറഞ്ഞാൽ മതി. അവർ മറ്റേ ഈ ഇദ്ദേഹത്തിൻ്റെ രേഖകളും മുഴുവൻ കാര്യങ്ങളും നഷ്ടമായിരിക്കും. ഒന്നുമില്ല. ഈ ഇങ്ങനെ തന്നെ ഇറങ്ങിപ്പോന്നതാണ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു ഉടുക്കാൻ എന്തെങ്കിലും കിട്ടുന്നത്. ഇപ്പോൾ നമ്മളിവരെ ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, കെൽസ ഇവർക്ക് നിയമസഹായം ഏൽപ്പിക്കുന്നുണ്ട്. അവിടെ ഇദ്ദേഹവും ഭാര്യയുണ്ട്, ലീല ചേച്ചിയും. അവിടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ പേര് രജിസ്റ്റർ ചെയ്തു. അവിടെ ചേച്ചി അവിടെ നിൽക്കുകയാണ്. അപ്പം ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഇങ്ങനെ തന്നെയുള്ളവരാണെന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് ഇത്തരം ആളുകളിലെ സങ്കടങ്ങളിലേക്ക് കടന്നു ചെല്ലാത്തത്, എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങി അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ കുറച്ചുകൂടി ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളൊരവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ അവർക്ക് ഇവിടെ വരുന്നവരൊക്കെ എത്തിക്കുന്ന സഹായങ്ങളുണ്ട്, പല സന്നദ്ധ സംഘടനകളുണ്ട്. ഇവരൊക്കെ അടിയന്തരമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ അതത് ഘട്ടങ്ങളിൽ നമ്മളെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ മാതൃഭൂമി തന്നെ നമ്മുടേതായിട്ടുള്ള യൂണിറ്റുകളും നമ്മൾ പലയിടങ്ങളിൽ നിന്നായിട്ട് കളക്ട് ചെയ്യുന്ന കാര്യങ്ങളും ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ ഇവർ ഈ കാര്യങ്ങൾ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് എങ്ങനെ എന്നുള്ള കാര്യം വളരെ പ്രയാസമാണ്. എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അവരെ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. ആ ഭൂമി പുനർനിർമ്മിക്കേണ്ടതുണ്ട്. അവരുടേതെല്ലാം തിരിച്ചു നൽകേണ്ടതുണ്ട്, അവരുടെ സ്വപ്നങ്ങളടക്കം.